ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫെബ്രുവരി 14 ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണല്ലേ. അപ്പം എല്ലാവർക്കും വാലൻറ്റൈൻസ് ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പിൾസ് ഉണ്ടായിരിക്കും, ഇൻ ഫ്യൂച്ചർ വിവാഹം കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്കൊന്ന് സാമ്പത്തികപരമായിട്ടൊന്ന് മുന്നോട്ട് വരാൻ സാധിക്കുക, നിങ്ങളുടെ ടെൻഷൻസൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കുക. അതിൽ നിങ്ങളെ യൂസ്ഫുൾ ആകുന്ന ഒരു 6 കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാം വിശദമായിട്ട്, കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, ബിക്കോസ് നമുക്ക് ഓരോന്ന് പറഞ്ഞു പോകാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മിഡിൽ ക്ലാസ്സുകാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞു സമ്പാദ്യം റിസ്ക് കുറഞ്ഞ് അത്യാവശ്യം റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഒരുപാട് നല്ല നിക്ഷേപ പദ്ധതികളെ കുറിച്ചിട്ട് RD, FD, PPF, സുകന്യ സമൃദ്ധി യോജന, അതുപോലുള്ള ഒരുപാട് നല്ല നിക്ഷേപ പദ്ധതികളെക്കുറിച്ചിട്ടും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനും നമുക്ക് എവിടെ നിക്ഷേപിക്കുകയാണെങ്കിലാണ് ബെറ്റർ റിട്ടേൺസ് കിട്ടുന്നതെന്നും അതുപോലെ തന്നെ സേവ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ പണത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യിക്കേണ്ടതെന്നും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് മറ്റുള്ള ചാനലിൽ കയറിയിട്ട് നോക്കുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോസ് കാണാൻ പറ്റും. വീഡിയോസ് കണ്ട് നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മുടെ ഫാമിലിയിലൊരു പാർട്ടാകുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയാറില്ല, ഇതൊരു ജേർണിയാണ്. ഇത് എൻ്റെ മാത്രം ജേർണിയല്ല, നമ്മൾ ഒരുമിച്ച് പോകുന്നൊരു ജേർണിയാണ് കേട്ടോ. നമ്മൾ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള നമ്മുടെ പ്രോബ്ലംസൊക്കെ തീർന്ന് നമുക്ക് സാമ്പത്തികപരമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നൊരു ജേർണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാൽ മതി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. വിവാഹം എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മൾ അത്രയും നാൾ നമ്മളൊരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ വിവാഹത്തോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്ന് ചേരുകയാണല്ലേ. ഒബ്വിയസ്ലി വിവാഹം, പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലോട്ട് കുട്ടികൾ വരും, പിന്നെ അവരുടെ കാര്യങ്ങൾ, അവരുടെ പഠിത്തം, ഓരോരോ ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ നമ്മൾ ചിലപ്പം വീട് വെക്കുകയാണെങ്കിൽ വീടിൻ്റെ ലോണ്, കാറിൻ്റെ ലോൺ, അങ്ങനെ സാമ്പത്തികത്തിൽ ഭയങ്കര ഞെരുക്കമൊക്കെ ആയിരിക്കും ആദ്യത്തെ കുറേ വർഷങ്ങൾ. ശരിക്കും നമ്മൾ വിവാഹത്തിന് മുമ്പ് നമ്മൾ സ്വപ്നം കണ്ട ലൈഫേ ആയിരിക്കത്തില്ല. അവിടെ ഒരുപാട് സ്ട്രഗിൾസും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞൊരു ലൈഫായിരിക്കും ആ ഒരു തുടക്കകാലം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ശരിക്കും ഇരുന്ന് പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ടെൻഷനുകൾ കുറച്ചുകൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോരോ പോയിൻറ്റുകളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഞാൻ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്, 2 വ്യക്തികൾ 2 ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ 2 പേരും ജീവിച്ച് വന്ന സാഹചര്യങ്ങൾ 2 തരത്തിലായിരിക്കാം. ഒരാൾ ചിലപ്പോൾ ഒരുപാട് ചിലവാക്കുന്നതാണെങ്കിൽ മറ്റാൾ ചിലപ്പോൾ കുറച്ച് ചിലവാക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം അല്ലേ. അപ്പം നിങ്ങൾ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത്, നമ്മുടെ ഒരു മാസത്തിലെ ബഡ്ജറ്റ് എന്തൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിക്ഷേപങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ. വളരെ ക്ലിയറായിട്ട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഭാവിയിൽ എല്ലാം അടിപൊളിയായി അടിച്ചു പൊളിച്ച് നടന്നിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ കടക്കണ്ണിയുടെ വക്കിലൊക്കെ എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ലെവലിലൂടെ നമ്മളെ തള്ളി വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പം അധികവും ന്യൂക്ലിയർ ഫാമിലീസാണ്, ഹസ്ബൻഡ് വൈഫ് കിഡ്സ് അങ്ങനെയുള്ള കുഞ്ഞു ഫാമിലീസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില കുടുംബത്തിൽ ഹസ്ബൻഡിന് ജോലി ഉണ്ടാവും, ചില വൈഫിനും ജോലി ഉണ്ടായിരിക്കും, 2 പേരും വർക്കിംഗ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ടായിരിക്കും അല്ലേ. ഇനി ചിലയിടത്ത് ഹസ്ബൻഡിന് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ, വൈഫ് ഹൗസ് വൈഫായിരിക്കും. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ എടുക്കുക, ഒരാൾക്ക് വരുമാനമുണ്ട്, ഒരാൾ ഹൗസ് വൈഫാണ്, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പം ഒരാളുടെ വരുമാനത്തിൽ ഒരു പക്ഷേ ആ ഒരു കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു പിരിമുറുക്കത്തിലാണെന്ന് വിചാരിക്കുക. അതായത് അവർക്ക് സേവ് ചെയ്യാനൊന്നും
ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ആ വൈഫ് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കും, ഓക്കെ. വൈഫിന് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അവർ സംസാരിക്കുന്നു, വൈഫിന് ജോബിന് വിടാൻ തയ്യാറാണെന്ന് ഹസ്ബൻഡ് പറയുന്നു, അവിടെ ഏണിങ്സ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ജീവിക്കാൻ സാധിക്കും അല്ലേ. അവർക്ക് കുറച്ചുകൂടി ഇൻകം വരികയാണെങ്കിൽ അവരുടെ ഒരു കൂടുതൽ ബെറ്ററായിട്ട് അവരുടെ ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ, ചിലപ്പോൾ ഒരു ബെറ്റർ സ്കൂളിലോട്ട് വിടണമെങ്കിലൊക്കെ, ചിലപ്പോൾ ഒരു നല്ല ഫീസുള്ള സ്കൂളാണെങ്കിൽ ചിലപ്പം അവരെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ ശരിക്കും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർഡ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരവും ചിലവും. ഞാനൊരു ഒരുപാട് വീഡിയോസിനകത്ത് വളരെ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര നമ്മുടെ കുടുംബത്തിലോട്ട് വരവുണ്ട് എന്ന് ക്ലിയറായിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എത്രയാണ് ഒരു മാസം നമുക്ക് ചിലവ് ഉണ്ടാകുക, ഓക്കെ. പലതരത്തിൽ ചിലവുകളുണ്ടല്ലേ. അപ്പം ആ ചിലവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട് സംസാരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെന്നല്ല നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോണുകൾ ഉണ്ടായിരിക്കാം, ബിൽ പേയ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല് അല്ലേ, ഗ്രോസറീസ്, അങ്ങനെ കുട്ടികളുടെ ഫീസ്, ചിലവുകൾ ഒരുപാടുണ്ടായിരിക്കാം, നമുക്ക് വരവും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഒരുമിച്ചെടുക്കേണ്ട തീരുമാനം എന്താണ്? നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വെക്കേണ്ട ഒരു തീരുമാനം, ഇത്ര രൂപയാണ് എൻ്റെ വരുമാനം, ഇത്രയാണ് നമ്മുടെ ചിലവുകൾ, ഈ ചിലവുകളിൽ നിന്ന് ഇത്ര രൂപ നമ്മൾ എല്ലാ മാസവും ഒരുമിച്ച് സേവ് ചെയ്യും അല്ലേ. അതായത് നമുക്ക് ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5000 ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അതിൽ നിന്നൊരു 3000 രൂപ നമുക്കത് സേവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കണം. അത് നമ്മൾ എന്താ ചെയ്യുക, തിരിച്ചെടുക്കാൻ സാധിക്കാത്ത നിക്ഷേപ പദ്ധതികളിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. നമുക്കൊരു ലോങ് ടൈമിലോട്ടോ ഷോർട്ട് ടൈമിലോട്ടോ ഒക്കെ ഒരു ഗോൾ പോലെ ചെയ്തിട്ട് അത് നിങ്ങൾ നിക്ഷേപിച്ച് പോകുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ, നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് 1 ഇയറിലോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നമുക്കൊരു ക്രൈസിസ് വരികയാണെങ്കിൽ നമുക്കവിടെ സേഫായിട്ട് നിൽക്കാം. അതെടുത്ത് നമുക്കൊരു അത്ര രൂപ അവിടെ നമുക്ക് സേഫായിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മളിത് പല ആൾക്കാരും ചെയ്യുന്നില്ല. നമുക്ക് കിട്ടുന്നു, വരവുകൾ, പൈസ വരുന്നു, നമ്മൾ ചിലവാക്കുന്നു അല്ലേ. എല്ലാം ചിലവുകളെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും പല ആൾക്കാരും, ഇപ്പോഴത്തെ പിള്ളേർ ഒട്ടും ട്രാക്ക് ചെയ്യുന്നില്ല. ഇതിലേ വരവ് വരുന്നു, ഇതിലേ ചിലവാക്കുന്നു, പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, ഇഷ്ടപ്പെടുന്നത് ഡ്രസ്സല്ലേ അത് കാണുന്നു, അത് വാങ്ങിക്കുന്നു. ഇതൊക്കെ വാങ്ങിക്കാനല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ. നമ്മുടെ ജീവിതം നമ്മൾ എൻജോയ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഡെഫിനറ്റ്ലി നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഒരു ബഡ്ജറ്റിങ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഷോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിനകത്ത് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിസ്റ്റിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് എല്ലാ കപ്പിൾസിനും ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മുടെ മക്കളെ അതൊക്കെ പറഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ട് വേണം വരാൻ. ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആഡ്സ് കാണും. നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക, അത് കാർട്ടിലിട്ടിട്ട് 24 hours നമ്മൾ സമയം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഇത് നീഡാണോ, എൻ്റെ ഒരു വാണ്ടാണോ. എല്ലാ സമയത്തും നിങ്ങളിത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്ത് സാധനം വാങ്ങിക്കുന്ന സമയത്തും എനിക്കത് വേണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് ഇപ്പം ആവശ്യമുണ്ടോ, പിന്നീട് മതിയോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ ഓരോ രൂപയും സ്പെൻഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോ രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വരില്ല. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോ രൂപ പോലും കളയാണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിതിനെ സേഫായിട്ട് ചേർത്ത് വെക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളാണ് നമ്മളൊരു കരുതൽ തരം സൃഷ്ടിക്കേണ്ടത്. ഒന്നും നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്കൊരു സമയം എത്തുന്ന സമയത്ത് നമുക്ക് റിട്ടയർ ആകാനും നമുക്കൊരു സ്വസ്ഥമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വരവും ചിലവും അറിഞ്ഞ് വേണം നമ്മൾ ചിലവാക്കേണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിലോട്ട് വരുമ്പം സാമ്പത്തിക കാര്യങ്ങൾ നമുക്കൊരു ആസൂത്രണം ചെയ്യുക. അപ്പം ഈ ഒരു പോയിന്റിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് എത്ര വയസ്സിലായിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഏതിലാണ് നിക്ഷേപിക്കേണ്ടത്, കുട്ടികളുടെ പഠനം, കുട്ടികൾക്ക് ഇപ്പോൾ എത്ര ഫീസുണ്ട്, അതെങ്ങനെ വേണം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും എങ്ങനെയാണ്
ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് ഏതൊക്കെ നിക്ഷേപങ്ങളിലാണ് ഞാൻ നിക്ഷേപിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു മാസത്തിലെ എല്ലാ കാര്യങ്ങളും, ഒരു മാസത്തിലെ അല്ല നമ്മളൊരു ജീവിതകാലത്തിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്ക് എവിടെയാണ് എമർജൻസി ഫണ്ട്, FD ഇടുന്ന ക്യാഷ് എമർജൻസി ഫണ്ടായിട്ട് മതിയോ, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലാണോ കുറച്ചുകൂടി ബെറ്റർ റിട്ടേൺ, അതോ FD ഇട്ടാൽ മതിയോ, ഇങ്ങനെയുള്ള നമ്മുടെ റിസ്കിനെയും നമ്മുടെ പോർട്ട്ഫോളിയോയും നോക്കി നമ്മൾ ഒരുമിച്ച്, ഒരാളുടെ മാത്രമല്ല 2 പേരും ഒരുമിച്ചിരുന്ന് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതെ, അങ്ങനെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ ഒരു ബോണ്ടിങ് കൂട്ടിക്കൊണ്ട് വരും. ഓക്കെ, നമുക്ക് പല കാര്യങ്ങളും ലൈഫിൽ അച്ചീവ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകണമെങ്കിലോ അല്ല നമ്മുടെ പല സ്വപ്നങ്ങളും, ഒരു കാറ് വാങ്ങിക്കാനായിരിക്കും ആഗ്രഹം, ഇത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്തു, നിങ്ങളുടെ സേവിങ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് കൂട്ടി കൊണ്ടുവരുന്നിട്ട് അത് നിങ്ങൾ ലോൺ എടുക്കാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേയ്മെൻറ്റ് ഇല്ലാണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങളത് വാങ്ങിക്കുക. അതിൽ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. കടമില്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വയം നിങ്ങൾ പ്രാപ്തരായിട്ട് മാറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹിച്ച് മുന്നേറുക. ആ ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. 3ാമത്തെ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണം ചിലവാക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചിലവാക്കാൻ. ഓക്കെ, ശ്രദ്ധ വേണം. പണം ചിലവാക്കുന്നതിലുള്ള ശ്രദ്ധയാണ്. അതായത് ₹1 നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടതാണ്. അപ്പം നമ്മളെക്കൊണ്ട് വാങ്ങിപ്പിക്കാനിരിക്കുന്ന ഈ കൺസ്യൂമറിസ്റ്റിക് വേൾഡിന് മുമ്പിൽ ചിലവാക്കുന്നതിന് മുമ്പ് നമുക്കത് ആ ഒരു ചിലവിന്മേൽ കൺട്രോൾ വരുത്താനുള്ള ഒരു ഉപാധിയാണ് ബഡ്ജറ്റിങ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പം ആ ഒരു ബഡ്ജറ്റിങ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എക്സസ് വരുന്ന തുക നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, ആദ്യമേ സേവ് ചെയ്ത് അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയേ ബാലൻസ് ഉണ്ടാവുള്ളൂ. ആ ബാലൻസ് എമൗണ്ടിൽ നമുക്ക് ആ ഒരു മാസം മീറ്റ് ചെയ്യേണ്ട ഒരുപാട് എക്സ്പെൻസസ് കാണും അല്ലേ. ആ ഒരു എക്സ്പെൻസസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാഷ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുള്ളപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്നതൊന്നും വലിച്ചു വാരി വാങ്ങിക്കത്തില്ല. നമുക്ക് വരവിനൊത്ത് നമ്മൾ ചിലവാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കഴിവ്, ആ ഒരു സ്കില്ലാണ് ശരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് അമിതമായിട്ടുള്ള ചിലവുകൾ ചുരുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പിന്നെ പറഞ്ഞു തരാനുള്ളത് നമുക്ക് ലോങ് ടൈം ഷോർട്ട് ടൈം ഗോൾസിനെ കുറിച്ചിട്ട് കൃത്യത ഉണ്ടായിരിക്കുക, അതിനനുസൃതമായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ. അതിന് മുമ്പത്തെ പോയിൻറ്റിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. ആൻഡ് ലാസ്റ്റ് പറഞ്ഞു തരാനുള്ള കാര്യം അവലോകനം ചെയ്യുക. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അസറ്റ് ക്ലാസ്സിലാണോ, എൻ്റെ പൈസ കറക്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് അവലോകനം കൂടി ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.